പൊളിമിക്സ് ആരംഭിക്കുകയാണ്. ഏവർക്കും സ്വാഗതം. ഓണം വരാൻ ഒരു മൂലം വേണമെന്നാണല്ലോ. എന്നാൽ സമരം വരാൻ അങ്ങനെ വേണമെന്നില്ല. ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇക്കൊരു തിരുവോണത്തിന് സമരം ചെയ്യാൻ MSFകാർക്ക് കിട്ടിയ കാരണം വിദ്യാർത്ഥികൾക്ക് അരി കിട്ടിയില്ല എന്നതാണ്. UDF ഗവൺമെൻറ് ആയിരുന്ന കാലത്ത് ഓണം ആഘോഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി അരി കൊടുത്തിരുന്നു. LDF സർക്കാർ വന്നപ്പോൾ അതില്ല. അപ്പോൾ അതൊരു കാരണമായി. ഈ ഓണത്തിന് അരി നൽകാതെ ഈ സർക്കാർ ഈ ഓണത്തിന് പട്ടിണിയാക്കിക്കൊണ്ടാണ് സർക്കാരിന്റെ മുന്നേറ്റം. പ്രതീകാത്മകമായി ഇന്ന് എല്ലാ ഇടങ്ങളിലും സൗജന്യമായി അരി വിതരണം ചെയ്യുകയാണ്. അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതീകാത്മക സമരത്തിന് എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്തായിരിക്കുകയാണ്. പറഞ്ഞ 25,56,000 കുട്ടികൾക്ക് സൗജന്യമായി അരി കൊടുത്തിരുന്ന ഒരു ഗവൺമെൻറ്റാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. അത് കൃത്യമായി ഓണത്തിനും അതുപോലെ പെരുന്നാൾ സമയങ്ങളിലും ഉത്സവങ്ങൾക്ക് അവർക്കത് ലഭ്യമാക്കുന്നതിന് കൃത്യനിഷ്ഠത പാലിച്ച ഗവൺമെൻറ്റായിരുന്നു. ഈ ഗവൺമെൻറ് അത് കംപ്ലീറ്റ് അവതാളത്തിലാക്കി. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വീണ്ടും പറയുന്നു എനിക്കതിനെക്കുറിച്ച് അറിയില്ല. അത് ഭക്ഷ്യവകുപ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഭക്ഷ്യവകുപ്പ് പറയുന്നു വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് ഞങ്ങൾക്ക് അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ ഒന്നും അറിയാത്ത ഏത് വിഷയം ചോദിച്ചാലും എനിക്കറിയില്ല എന്ന് പറയുന്ന വിദ്യാഭ്യാസ മന്ത്രി വിദ്യാർത്ഥികളോട് എത്ര കാരുണ്യം കാണിക്കുന്നവനായിരിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി. ഏതായാലും ഇതിനിടയിൽ പൊളിമിക്സിന് ബോധ്യമായത് വേറൊരു കാര്യമാണ്. MSFനെ കുറിച്ച് തന്നെയാണ് പൊളിമിക്സിന് ബോധ്യമായത്. അവർക്ക് അവരുടെ നേതാക്കളെക്കുറിച്ച് നല്ല ധാരണയുണ്ട് എന്ന കാര്യം. ഏതാണ്ട് ഒരു 1.5 ആഴ്ച മുമ്പ് വേറൊരു സമരമുഖത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ട ഒരു നേതാവ് തുടക്കത്തിൽ ഇവിടെയെല്ലാം ഉണ്ടായിരുന്നു. ബാനർ പിടിക്കാനൊക്കെ സജീവമായി തന്നെ തുടക്കത്തിൽ കണ്ടിരുന്നു. എന്നാൽ കാര്യത്തോടടുത്തപ്പോൾ 1ാം നിരയിലൊന്നും ആളെ കാണാനേ ഇല്ല. ഒരൊറ്റ ഓട്ടം ഒരാളുടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ഓട്ടമായോ എന്തോ. യൂത്ത് കോൺഗ്രസുകാർക്ക് കാരണം കൊണ്ടു കൊടുത്തത് BJPയുടെ അധ്യക്ഷൻ അമിത് ഷായാണ്. അദ്ദേഹം ഉത്തരേന്ത്യയിൽ ഓർമ്മയ്ക്കാണോ എന്തോ തിരുവോണ ദിവസം രാവിലെ വാമന ജയന്തി അങ്ങ് ആശംസിച്ചു കളഞ്ഞു. DYFIക്കാർക്ക് പ്രതിഷേധമാണെങ്കിലും ലഡു നിന്നാലേ ഇരിക്കപ്പൊറുതിയുള്ളൂ.
വാമനനെ തുള്ളിത്തോൽപ്പിച്ച സ്ഥിതിക്ക് പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് കടക്കുകയാണ്. അത് കഴിഞ്ഞു വന്നാൽ അതിജീവന സമരങ്ങൾ കാണാം. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന ഗേറ്റ് അഥവാ സമര ഗേറ്റ് തിരുവോണ നാളിലും സജീവമായിരുന്നു. കാരണം രാഷ്ട്രീയമൊന്നുമല്ല, ജീവിതം തന്നെ. ജീവിക്കാൻ വഴിയില്ലാതായപ്പോൾ അങ്ങോട്ടെത്തിയവരുടെ ആദ്യ സംഘം അരിപ്പ സമരഭൂമിയിൽ നിന്നായിരുന്നു. സർക്കാർ തെറ്റിപ്പോയി, ഞങ്ങളെ ഇത്രയും പേരെ ഭൂമി തന്നില്ല എങ്കിൽ അടുത്ത തലമുറ ഉയർത്തെഴുന്നേക്കും. ഞങ്ങളെ സഹായിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളുമെല്ലാം ജനമറിയൂ. ഇല്ലാത്ത ഭൂമി ഉണ്ടാക്കിയെടുത്തു എന്നാണല്ലോ കേരളത്തിൻ്റെ ഐതിഹ്യം തന്നെ പറയുന്നത്. ഏതായാലും ഭൂമിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഇനി എത്ര നാൾ ഈ കേരള ഭൂമി കാണേണ്ടി വരുമോ എന്തോ. ഏതായാലും അടുത്ത സമരം തൊഴിലില്ലാത്തവരുടെ സമരമാണ്. 2013 സെപ്റ്റംബർ മാസം നിലവിൽ വന്ന KSEB മസ്ദൂർ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികളാണ്, സാധാരണക്കാരായ ഉദ്യോഗാർത്ഥികളാണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ഉറപ്പായിട്ടും ഞങ്ങളുടെ നിയമനം നടത്തിക്കൊള്ളാമെന്ന് ഞങ്ങളോട് വാക്കാൽ യൂണിയൻകാരും പാർട്ടി നേതാക്കളും ഉറപ്പ് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം ഇവരത് പാലിക്കപ്പെടുന്നില്ല. ഞങ്ങളെക്കൊണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് ധാരാളം പോസ്റ്റർ അടിച്ച് വീടുകൾ കയറി ഇറങ്ങിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ ഞങ്ങളെക്കൊണ്ട് ചെയ്യിക്കുകയും തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങളെ ഈ നിയമന കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ മറ്റു പല കാരണങ്ങളും, നിലവിലില്ലാത്ത പല കാരണങ്ങളാണ് ഇതിനകത്ത് സൂചിപ്പിക്കുന്നത്. അത് രാഷ്ട്രീയക്കാർ സാധാരണ ചെയ്യാറുള്ളതാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ അത് പറ. ഞങ്ങളുടെ കാര്യത്തിൽ വകുപ്പ് മന്ത്രി മാത്രം ബന്ധപ്പെട്ട് തീരുമാനം എടുത്താൽ നടപ്പിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അതായത് നിലവിൽ നിയമനം കിട്ടാത്ത 5 ജില്ലകൾ കോട്ടയം, കൊല്ലം, ഇടുക്കി, പത്തനംതിട്ട, വയനാട്, ഈ ജില്ലകളിൽ കേവലം 5% പോലും നിയമനം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു 1000-2000 നിയമനങ്ങൾ മാത്രം ദ്രുതഗതിയിൽ നടത്തുവാണെങ്കിൽ ഈ മുഴുവൻ ജില്ലകളിലെയും 14 ജില്ലകളുടെയും ഈ നിയമന കാര്യത്തിലെ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതാണ്. അപ്പം അതിനുള്ള നടപടി ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി ദയവ് ചെയ്ത് കൈക്കൊള്ളണമെന്നാണ് തിരുവോണ ദിനത്തിൽ ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത്. വകുപ്പ് മന്ത്രി അത്ര മോശക്കാരനല്ല. തിരുവോണ നാളിൽ ഇങ്ങനെ ഒരു സമരം നടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ അവിടെ വരാതെ പോകുന്നവനല്ല ഈ വകുപ്പിന്റെ ഇന്നത്തെ മന്ത്രി. കാര്യം മനസ്സിലാക്കുക. എനിക്ക് വരേണ്ട കാര്യമൊന്നും ഞാൻ വന്നതാണ്. അത്തരത്തിലുള്ള കാര്യമൊന്നും വേണ്ട. കാര്യം പറഞ്ഞാൽ അത് പറയുക. ആവശ്യമില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കുക. കാണാമെന്നുള്ളതുകൊണ്ട് ഒരു സമരം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും എവിടെ വെച്ച് നാടകം ആരംഭിക്കുമെന്നും അറിയാത്തവനല്ല കടകംപള്ളി സുരേന്ദ്രൻ. അതായത് അന്ന് പ്ലേസ് ചെയ്തതിന്റെ ബാക്കി കിടന്നത് ഈ ലിസ്റ്റിൽ നിന്ന് വിളിച്ചതേ ഉള്ളൂ. പുതിയതായിട്ട് ഈ ലിസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടന്നിട്ടില്ല. 10-15 എണ്ണം വെച്ച് നടന്നിട്ടില്ല. എന്നാലും ഞങ്ങളുടെ ജില്ലകൾക്ക് കിട്ടിയ ഞങ്ങൾ പ്രസന്റ് വന്നു. ഞങ്ങൾ പിന്നെ യാതൊരു ബുദ്ധിമുട്ടിലും വരുന്നില്ല. അങ്ങനെ ഇരിക്കെ രാശി ഒത്തുവന്നപ്പോൾ അങ്ങ് മന്ത്രിയായി പോയ ആളല്ല കടകംപള്ളി സുരേന്ദ്രൻ. നിരവധി സമരങ്ങൾ നയിച്ച് എത്തിയതാണ്.
അതുകൊണ്ട് തന്നെ സമരങ്ങളെ കയ്യിലെടുക്കാനും അറിയാം. വൈദ്യുതി ബോർഡിലേക്ക് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇന്നിപ്പോൾ ഇവിടെ സമരമിരിക്കുന്നവർ. ദീർഘനാളുകളായി പ്രക്ഷോഭത്തിലാണ്. കഴിഞ്ഞ ഏതാണ്ട് 2.25 വർഷക്കാലമായിട്ടും ഒരു പ്രക്ഷോഭത്തിലാണ്, സമരത്തിലാണ്. ഇപ്പോൾ കഴിഞ്ഞ 3 മാസക്കാലമായിട്ട് അധികാരത്തിൽ വന്ന ഈ പുതിയ ഗവൺമെൻറ് ഈ മസ്ദൂർ നിയമനം എങ്ങനെ നടത്താം എന്നുള്ളതിനെക്കുറിച്ച് ഗൗരവത്തോടു കൂടി തന്നെ ആലോചിക്കുകയാണ്. വേക്കൻസികളില്ല എന്നുള്ള ഒരു മറുപടിയാണ് വൈദ്യുതി ബോർഡിൽ നിന്ന് ഉയർന്നു വരുന്നത്. ഏതായാലും കുറച്ച് കരാർ തൊഴിലാളികളെങ്കിലും ഇപ്പോൾ അതിനകത്ത് പണിയെടുക്കുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ്. ഒരു പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ലിസ്റ്റിൽ ഏതാണ്ടൊരു 3-4 ജില്ലകളിൽ നിന്ന് വേണ്ടത്ര നിയമനം നടന്നിട്ടില്ല എന്നുള്ള പരാതി അവർക്കുണ്ട്. ഇന്നിപ്പോൾ തിരുവോണനാളിൽ ഉണ്ണാവൃതം ഇരിക്കുന്നു ഈ റാങ്ക് ഹോൾഡേഴ്സ് എന്നുള്ളത് നമുക്ക് സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവരെ കാണാൻ വേണ്ടിയിട്ട് വന്നത്. അവർ പറയുന്നതെല്ലാം കേട്ടു. അവരുടെ ആവശ്യങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും, കുറേ നിയമനങ്ങളെങ്കിലും ഈ വൈദ്യുതി ബോർഡിൽ എങ്ങനെ നടത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള കാര്യം ഗൗരവത്തോടു കൂടി തന്നെ ഗവൺമെൻറ് പരിശോധിക്കും. അടിയന്തരമായിട്ടുള്ള നടപടികൾ അക്കാര്യത്തിൽ സ്വീകരിക്കും. കുറച്ച് പേരെയെങ്കിലും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുണ്ട്. 29-ാം തീയതി വൈദ്യുതി ബോർഡിലെ ബോർഡ് മീറ്റിംഗ് കൂടുന്നുണ്ട്. ഞാൻ ചെയർമാന് നിർദ്ദേശം കൊടുക്കുന്നുണ്ട് അക്കാര്യത്തെക്കുറിച്ച് ആലോചിക്കാനായി. ആ സമരത്തിൻ്റെ കയ്യടി വാങ്ങി ഇറങ്ങിയപ്പോഴതാ തൊട്ടടുത്ത് മറ്റൊരു സമരം. വെറും സമരമല്ല, കഞ്ഞിവെപ്പ് സമരം. കടലോരത്തെ മത്സ്യത്തൊഴിലാളികളാണ് തിരുവോണ നാളിൽ കഞ്ഞി വെക്കാൻ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയത്. ഒരു ഓണക്കോടി പോലും കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പായസ കിറ്റ് പോലും കൊടുക്കാനോ സർക്കാരിന് കഴിയില്ല. ഞങ്ങളെ തിരിഞ്ഞു നോക്കാം. ആലോചിച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. അവിടെ സ്റ്റേജ് പങ്കിലൂടെ അവർ കഞ്ഞിയും കുടിച്ച് കയ്യടിയും നേടി പിന്നെയും മന്ത്രി മുന്നോട്ട് തന്നെ. ഏതായാലും പൊളിമിക്സ് ഒരു ഇടവേളയിലേക്ക് മുങ്ങുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു MLA യോടൊപ്പം ഓണം ആഘോഷിക്കാനുണ്ട്.
ഏതൊരു ജോലിയും അതിൽ മുഴുകുമ്പോഴാണല്ലോ ആസ്വദിച്ച് ചെയ്യാൻ കഴിയുന്നത്. അങ്ങനെ MLA പണി ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളെ മാത്രമേ പൊളിമിക്സിന് അറിയൂ. പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളി. പേരുണ്ടായത് നിങ്ങൾക്കറിയാം. അതിന്റെ മുൻപിലെ പേര് കാൽക്കര എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ പുണ്യ പാദസ്പർശമേറ്റ മണ്ണ് എന്നാണ് അതിനർത്ഥം. അതാണ് പിന്നീട് തൃക്കാക്കര എന്നായി മാറിയത്. അതുമാത്രമല്ല, നിങ്ങൾക്കറിയാം മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഞാൻ ഒരിക്കൽ വായിച്ചിട്ടുണ്ട്, മഹാബലി ചക്രവർത്തിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയല്ല ചെയ്തത്. തന്റെ മുന്നിൽ വന്നത് ഭഗവാൻ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം സ്വന്തം ശിരസ് നമിച്ചു കൊടുക്കുകയാണ് ചെയ്തത്, ആ പുണ്യ പാദസ്പർശമൊന്ന് ഏൽക്കുവാൻ വേണ്ടി. പക്ഷെ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ശേഷം അദ്ദേഹത്തെ കൊണ്ടുപോയത് കളമശ്ശേരിക്കപ്പുറം പാതാളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതാണ് പാതാളത്തിലേക്ക് ചവിട്ടിത്താക്കി എന്ന് പറയുന്നത്. അവിടെ കൊണ്ടുപോയി തടങ്കൽ പാളയത്തിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ ജയിലിൽ അടിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം തന്നെ. അത്രയും ഐതിഹ്യം. ഇനിയാണ് ആഘോഷം. പെരുമ്പാവൂരിലെ പോങ്ങഞ്ചൂട് ആദിവാസി കോളനിയിലാണ് MLAയുടെ തിരുവോണാഘോഷം. എല്ലാത്തിനും എൽദോസിന് ഒരു ഫിലോസഫി ഉണ്ട് കേട്ടോ. സർവമത സത്യവാദമാണ് അടിസ്ഥാന തത്വശാസ്ത്രം. എവിടെ പോയി പ്രാർത്ഥിക്കും. നമ്മൾ ക്രിസ്ത്യൻസ് എന്താ പറയുക, ഇപ്പം നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് കൈവച്ച് പ്രാർത്ഥിക്കാം. അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥന പഠിച്ചത് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാം. അപ്പം ഇവിടെ ഇരിക്കുന്ന ഈ അയ്യപ്പൻ സുബ്രഹ്മണ്യം നേരെ ക്രിസ്തുവായി മാറും. അത്രേ ഉള്ളൂ സംഭവം. അതാണ് ഈ ഹിന്ദുക്കളൊക്കെ നമ്മുടെ പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കുന്നില്ലേ, പ്രാർത്ഥിക്കുമ്പോൾ അത് മുട്ടയെ കുത്തി പ്രാർത്ഥിക്കും. അവരെന്താ പ്രാർത്ഥിക്കുന്നത് അറിയോ? ഭഗവാനെ കൃഷ്ണ എന്നെ സഹായിക്കണേ പ്രാർത്ഥിക്കണം. അപ്പോൾ ക്രൂശിൽ കിടന്ന ക്രിസ്തു കൃഷ്ണനായി മാറും. ഇതെല്ലാം ഒന്നാണ് സംഭവം. അതാണ് ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു പൊരുൾ. പണ്ടൊക്കെ പോയത് കൊത്തിത്തെറിച്ച് പോയി കിടക്കാണ്ട്. പണ്ട് ഈ പുഴയുടെ സൈഡിൽ പൂ ഇങ്ങനെ പുഴയിലേക്ക് പോയി ചാടുമായിരുന്നു. എന്നെ പിടിക്കുവോ? ഓണത്തിന്റെ ഐതിഹ്യവും അകമ്പൊരുളും പറഞ്ഞു തന്ന MLA തമ്പുരാന് സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട്
ഇന്നത്തെ പൊളിമിക്സ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി കാണും വരെ നന്ദി, നമസ്കാരം.